മമ്മൂട്ടിയുടെ ആയുരാരോഗ്യത്തിനായി ശബരിമലയിൽ വഴിപാട് കഴിച്ചതിനെ മതത്തിന്റെ പേരിൽ ചിലർ തെറ്റിദ്ധരിച്ചുവെന്ന് മോഹൻലാൽ. മമ്മൂട്ടിയോടുള്ള സ്നേഹത്തെ മതവുമായി ചേർത്തത് വേദനയുണ്ടാക്കി. തിരുവനന്തപുരത്ത് ന്യൂസ് 18 പ്രതിനിധി ഭവ്യ പാർവതിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു മോഹൻലാലിന്റെ വൈകാരിക പ്രതികരണം. മടങ്ങിവരുന്ന മമ്മൂട്ടി ആദ്യം അഭിനയിക്കുന്നത് തനിക്കൊപ്പമാണെന്ന സന്തോഷവും ന്യൂസ് 18മായി മോഹൻലാൽ പങ്കുവച്ചു. ലാലേട്ട, ഇപ്പം ലാലേട്ടൻ ഹൃദയത്തിൽ നിന്ന് ഹൃദയപൂർവ്വം ഇച്ചാക്കാന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്ക. അദ്ദേഹം കുറച്ച് നാൾ നമ്മളിൽ നിന്നൊന്ന് വിട്ടുനിന്നു. പക്ഷേ എനിക്കറിയാം ലാലേട്ടൻ ശബരിമല ഇപ്പോൾ ലാലേട്ടൻ ഒരിക്കലും ആഗ്രഹിച്ച കാര്യമില്ല. എന്നാൽ പോലും ലാലേട്ടൻ ശബരിമലയിലടക്കം പോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വഴിപാടുകൾ കഴിച്ചു. അതൊക്കെ മലയാളികൾ കണ്ടത് നിങ്ങൾ രണ്ടാളും തമ്മിലൊരു സ്നേഹത്തിനെയാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട രണ്ടുപേര്, അല്ലെങ്കിൽ അത്രമാത്രം അടുപ്പമുള്ള രണ്ടുപേര് എങ്ങനെയായിരിക്കണം ഞങ്ങളെ കാണിച്ചു തന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞു ലാലേട്ടൻ കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? അപ്പം അതിനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നതിലാണ് സങ്കടം, അല്ലേ? ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി. അതിൻ്റെ ഒന്നും കാര്യമില്ല. അങ്ങനെ ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനോ ചിന്തിക്കാനോ ഒക്കെ അതിൽ റിലീജിയനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു കഥാപാത്രം നമ്മുടെ അദ്ദേഹത്തിൻ്റെ റിലീജിയൻ നോക്കിയാണ് അഭിനയിക്കുന്നത്, ഇതൊന്നുമല്ലല്ലോ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഒരു സംശയം ആയിരുന്നു, അതെന്നൊക്കെ അത് മാറി, ഒരു കാർമേഹം മാറിയ പോലെ വളരെ സന്തോഷവാനായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അഭിനയിക്കേണ്ടതും. അദ്ദേഹം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഒരു FB പോസ്റ്റ് ഇട്ടു, അതിലൊന്നും പറയുന്നില്ല, ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ്, അതിലെല്ലാം ഉണ്ട്, അല്ലേ ലാലേട്ടാ? വളരെ സന്തോഷം. ഈശ്വരനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേട്ടതിൽ ഞാനല്ല, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ശക്തിയുണ്ട്. ആ ശക്തി തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ പറയുന്ന വേറെ വലിയൊരു ഡോക്ടർ മുകളിലുണ്ട്. ആ ഡോക്ടറുടെ ഡിസിഷനാണ്. തീർച്ചയായും. മറ്റു വാർത്തയിലേക്ക് പോകണം. ജൈനമ്മ വധക്കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് ന്യൂസ് 18. കേസിലെ നിർണായക സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ മനോജിന്റെ വെളിപ്പെടുത്തലാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ജൈനമ്മ കൊല്ലപ്പെട്ടുവെന്ന് അന്വേഷണ സംഘം കരുതുന്ന ദിവസം പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയ ഏക സാക്ഷിയാണ് മനോജ്. സെബാസ്റ്റ്യന്റെ ആവശ്യപ്രകാരം മദ്യവുമായാണ് വീട്ടിലെത്തിയത്. സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ സ്വർണ്ണമാല പണയം വെച്ചതും തന്റെ പേരിലാണെന്ന് മനോജ് സമ്മതിക്കുന്നു. പിന്നീട് വിൽപ്പന നടത്താനും സഹായിച്ചു. 2024 ഡിസംബർ 23-ന് മനോജ് സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിയപ്പോൾ ജൈനമ്മയുടെ മൃതദേഹം അകത്തുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കൊലപാതക വിവരം താൻ അറിഞ്ഞിരുന്നില്ലെന്നും അന്ന് വൈകിട്ട് 4 മുതൽ രാത്രി വൈകി ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് പണയം വെച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ ഫ്രിഡ്ജുമായി സെബാസ്റ്റ്യൻ എത്തും വരെയും താൻ കൂടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും മനോജ് സ്ഥിരീകരിക്കുന്നു. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. ജൈനമ്മ കൊലക്കേസിലെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഡേറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏത് ഡേറ്റ്? ഡിസംബറിൽ തന്നെയാണോ? ഡിസംബർ 23-ാം തീയതി ചെയ്യുന്നത്. എപ്പോഴാണ് ചെയ്യുന്നത്? ഇയാൾ എന്ത് വിളിച്ചു പറയട്ടെ എന്നാ? കുപ്പി അടിച്ചോണ്ട് നിങ്ങൾ എന്നിട്ട് വീട്ടിൽ കയറ്റിയോ നിങ്ങളെ? പോലീസിന് കണക്കൂട്ടി ഡിസംബർ 23 രാത്രി മരണപ്പെട്ടു എന്നാ ചെന്നതല്ലേ? എന്താ സ്വർണ്ണം പണയം വെക്കാൻ തന്നെ? 2024 ഡിസംബർ 23-ന് ആണ് ജൈനമ്മ കൊല്ലപ്പെട്ടതെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതിൽ തന്നെ ഡിസംബർ 23-ന് 3 മണിക്ക് മുമ്പായി ഈ കൊലപാതകം നടന്നിട്ടുണ്ടെന്നുള്ള നിഗമനമാണ് അവർക്കുള്ളത്. അതിനുശേഷം, ആ കൊലപാതകത്തിന് ശേഷം ആ വീട്ടിലെത്തിയിട്ടുള്ള ഏക വ്യക്തി കൂടിയാണ് മനോജ് എന്നുള്ളതാണ്. കുന്നത്ത് ഫിനാൻസിലെത്തി സ്വർണം അവിടെ തന്റെ പേരിൽ പണയം വെച്ചു. അതായത് ID കാർഡ് ഇല്ല എന്ന് പറഞ്ഞ് തന്റെ പേരിൽ സെബാസ്റ്റ്യൻ പണയം വെച്ചു എന്നും മനോജ് പറയുന്നുണ്ട്. ഈ ഡിസംബർ 23-ന് സ്വർണം പണയം വെച്ച ശേഷം ആ തുകയുമായി പോയത് ചേർത്തല നഗരത്തിനകത്തെ ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന ഒരു കടയിലാണ്. അവിടെ നിന്നും ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങി എന്നുള്ളത് മനോജ് പറയുന്നു. തുടർന്ന് ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് സെബാസ്റ്റ്യനെ എത്തിച്ചതും മനോജാണ്. എത്ര പവൻ സ്വർണം വെച്ചു? വിൽക്കുമ്പോ ചേട്ടനുണ്ടോ? വിൽക്കുമ്പോഴും അത് എത്ര പവന്റെ മാലയായിരുന്നു?
പള്ളിപ്പുറത്തെ ചേർത്തല പള്ളിപ്പുറത്തുള്ള വീട്ടിലേക്ക് താൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വരാറുള്ളൂ, താൻ സ്ഥിരമായി എത്താറേയില്ല എന്നുള്ളൊരു വാദമാണ് സെബാസ്റ്റ്യൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഈ ചേർത്തല നഗരത്തിനകത്ത് തന്നെയുള്ള ഇരുമ്പ് പാലത്തിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെ സ്ഥിര സാന്നിധ്യമാണ് സെബാസ്റ്റ്യൻ എന്ന് മനോജ് പറയുന്നുണ്ട്. ആരോഗ്യസ്ഥിതി വളരെ മോശമായ ഒരാളെന്ന രീതിയിലാണ് തങ്ങളുടെ മുന്നിലേക്ക് വരാറുള്ളത്. വീട്ടിൽ പോകാറുണ്ട്, വീട്ടിൽ സ്ഥിരമായി എത്തുന്ന ആളാണ്. ഇത്രയും ആരോഗ്യസ്ഥിതി മോശമായ ഒരാളിൽ നിന്നും ഇങ്ങനെ ഒരു ക്രൂരമായ സംഭവങ്ങൾ നടന്നു എന്ന് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്നും മനോജ് വ്യക്തമാക്കുന്നു. ഇയാൾ എവിടെയെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ ഇയാളുടെ കാര്യങ്ങൾ? അത്ര ആരോഗ്യമില്ലാത്ത ആളെ പോലെ ഇതിന്റെ ഈ ഉള്ളമാവില്ലേ പുഴുങ്ങി ഈച്ച പുഴുവെടുത്തിരിക്കണ ഇതാ ഈച്ചപ്പുഴുവില് അതൊക്കെ എടുത്ത് അങ്ങനെ തുറന്നിരിക്കണ. മനോജിന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ അയാളെ മുഖ്യ സാക്ഷിയായി ഈ കേസിൽ വെച്ചിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.